ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. കട്ടൻ ചായ 124 അധ്യായത്തിലേക്ക് സ്വാഗതം. കട്ടൻ ചായ 124 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2783 പേരായി. 2783 പേര്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വരുന്നത്. Thanks for your support. All subscribers are welcome to this program. Let us start the preparation of black tea. Today we are making 3 glasses of black tea. അതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സ്വല്പം കൂടിയിരിക്കും, എന്നാലും സെയിം തന്നെയായിരിക്കും. ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് തന്നിരിക്കുന്നത് ടീക്ക് വുഡ് പെക്കർ എന്ന കമ്പനിയാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ഒന്നാന്തര സാധനമാണ്. അപ്പോൾ എല്ലാ സാധനവും ഞാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഒരറ്റം മുതൽ മറ്ററ്റം വരെ ഓവറോൾ ഒരു വീക്ഷണമാണ് നടത്തുന്നത്. അതിനുശേഷം അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെയും കാണിക്കും. ആദ്യം കാണുന്നത് ഇഞ്ചിയാണ്, പിന്നെ ഏലക്ക, കറുവാപ്പട്ടയുടെ മസാല എന്ന് പറയുന്ന സാധനം. അത് ഏലക്കയും കറുവാപ്പട്ടയും പ്രത്യേകം എടുത്ത് ചതച്ച് എടുത്തതാണ്. പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ്നർ, മധുരം, ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കുമെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ അത് ഒരു മെഡിക്കൽ സപ്പോർട്ടൊന്നും അതിനില്ല. ലിപ്ടൺ ഡാർജിലിംഗ് കമ്പനിയുടെ ലോങ് ലീഫ് ടീയാണ്. ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. ഇത് നമ്മുടെ കപ്പ്, ചായ കുടിക്കാനുള്ള കപ്പാണിത്. 3 ഗ്ലാസ്സിനകത്ത്, ഒരു ഗ്ലാസ് ഇതിനകത്ത് ഞാനിത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ 2 ഗ്ലാസ് ഇങ്ങനെ റിസർവ് വെച്ചിരിക്കുകയാണ്. പകലത്തിരി പണി ചെയ്യുന്നതാണ്. അപ്പം എടുക്കുന്നത് കുറച്ച് സ്വല്പമൊക്കെ കുടിക്കണം. അപ്പം നമ്മൾ അതിന് സെറ്റ് റെഡിയാക്കി ഇരിക്കുന്നത്. അപ്പം പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം കപ്പിനകത്ത് ഞാൻ എടുത്തു. ഓരോ ഗ്ലാസ് വെച്ചിട്ട് 3 ഗ്ലാസ് ഒന്നിച്ച് ഒരു കപ്പിനകത്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ചിരവത്തിലേക്ക് ഒഴിക്കും ആദ്യം. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വെള്ളം എടുത്ത് ഹീറ്ററിലിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഹീറ്റർ ഓൺ ചെയ്തിട്ടില്ല. നമ്മളിന്ന് എല്ലാ ദിവസവും ഓരോരോ സ്റ്റൈൽ വേറെയാണ്. ഇന്നിപ്പോൾ നമ്മൾ പാത്രം നേരത്തെ വെച്ചു, വെള്ളം ഒഴിച്ചതിന് ശേഷം മസാലയെല്ലാം കൂടെ ഇട്ടു. ആദ്യം ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ട ഇട്ടു. കറുവാപ്പട്ട ഏലക്കാട് ഒന്നിച്ച്. അപ്പോൾ ഈ കറുവാപ്പട്ട ഏലക്കായും ഒന്നിച്ചിട്ടതിന് ശേഷമാണ് ഇന്ന് ഞാൻ വെള്ളം തിളപ്പിക്കാനുള്ള സ്വിച്ച് ഓൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും സെയിം ടു സെയിം ആണ് നിങ്ങൾ വിചാരിക്കുക, അത് കോപ്പി അടിച്ചുകൊണ്ട് വരികയെന്ന് വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെ കോപ്പിയല്ലത്, കട്ട് പേസ്റ്റ് അല്ല. എല്ലാ ദിവസവും ഞാനിത് പ്രത്യേകം ഉണ്ടാക്കുന്നതാണ്. അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ദൈവ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കളിപ്പിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന, ഈ പരിപാടി ഞാനിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് 124 ദിവസമായി. അപ്പം ഇതുവരെ ഇത് എന്താടാവുകയെന്ന് ആരും ചോദിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യം. എല്ലാവരും ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഗുണം കൺസിസ്റ്റൻസിയാണ്, രണ്ടാമത്തെ ഗുണം പ്രാക്ടീസാണ്, മൂന്നാമത്തെ ഗുണം മോട്ടിവേഷനാണ്, നാലാമത്തേതൊരു പാഷനാണ്, അഞ്ചാമത്തേതൊരു പ്രയറാണ്. പ്രയറാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഇത് ബൈബിൾ വായിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളോട് അച്ഛന്മാർ പറഞ്ഞു പഠിപ്പിച്ചുള്ളത്, അതായത് നമ്മുടെ ഫാദർ ഡാനിയൽ അച്ഛൻ്റെ ഏത് സ്പീച്ച് കേട്ടാലും നമുക്ക് മനസ്സിലാകും, ബൈബിൾ വീട്ടിൽ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അപ്പം എൻ്റെ ചാനലിൻ്റെ വിജയരഹസ്യം ഈ ബൈബിൾ വാചനയാണ്, ഈ കട്ടൻ ചായയാണ് എന്ന് എനിക്ക് പറയുന്നതിൽ അഭിമാനവും ഉണ്ട്. അതായത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഈ 2783 പേരെ ഒന്നും ഞാൻ അറിയുന്നതല്ല, ദൈവമായിട്ട് കൂട്ടിച്ചുകൊണ്ടെന്നാണ് അവരെല്ലാം. അതിൽ പലരും ഒറിജിനൽ, അതായത് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സാണ് അവരെല്ലാം. അതായത് നമ്മളോട് സംവദിക്കുന്നവരാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സംവദിക്കുക, നമ്മളോട് കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, ഇതൊക്കെ ചെയ്യുന്നവരാണ്. പേരെടുത്ത് ചിലപ്പോൾ പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി വലിയ ലിസ്റ്റാണ്. അത് ഞാൻ ഒരു ദിവസം പറയാം. അപ്പോൾ നമുക്ക് ഈ ചായ തിളച്ച് വരുന്നത് വരെ വർത്തമാനം പറയണം. അപ്പം എനിക്ക് ഒരു വലിയൊരു കൊതിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ തരണം. അതായത് ഈ പ്രോഗ്രാം കാണുന്ന പുതിയ ചാനൽ, അതായത് കുഞ്ഞുങ്ങൾ, ഈ യൂട്യൂബിൽ കുഞ്ഞുങ്ങൾ, ശിശുക്കളായിട്ടുള്ളവർ, ശിശു എന്ന് പറഞ്ഞാൽ പ്രായത്തിലല്ല, ഈ എക്സ്പീരിയൻസിൽ ശിശുക്കളായിട്ടുള്ളവർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ
ഇതിനകത്ത് പോയിട്ട്, അകത്ത് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചുമ്മാ ഒരു ഇമോജി ഇടുക, വേറെ ഒന്നും എഴുതണ്ട, ഒറ്റ ശബ്ദം എഴുതണ്ട, ഒന്നും നോക്കുകയും വേണ്ട, ഒന്നും വേണ്ട. 3 സെക്കൻഡ് നേരത്തെ പണിയുള്ള വീഡിയോ ഓപ്പൺ ചെയ്യുക, ലക്ഷ്മി എന്നുള്ള വീഡിയോ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പ്രോഗ്രാം ഒന്നും വായിച്ച് നോക്കണ്ട, കമൻറ്റ് ബോക്സിൽ നേരിട്ട് പോവുക, ഒരു ഇമോജി ഇടുക. ഇമോജി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കൈ കിട്ടുന്നില്ല. ഈ ഇമോജി കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരം എഴുതിയാലും മതി. കായെന്നോ ലായെന്നോ തായെന്നോ. പഴയ കാലത്ത് കാമാന്ന് പറയില്ലേ, കായ്ക്കായിൽ തുടങ്ങിയിട്ട് മായിൽ തീരുന്ന മലയാള അക്ഷരമാലയ്ക്കാണ് കാമാന്ന് പറയുന്നത്. അപ്പോൾ കാമാന്നൊരു അക്ഷരം എഴുതാൻ പറഞ്ഞാൽ മലയാളം അക്ഷരമാലയിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇനി മലയാളം കിട്ടിയില്ല, ഇംഗ്ലീഷാണെങ്കിലും മതി. ABCD 26 അക്ഷരമില്ലേ. നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം നമുക്ക് അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തേയിലിടണം. തേയില 3 ചായക്കുള്ള തേയിലയുണ്ട്, അതുകൊണ്ട് കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഈ 3 ചായ ഞാൻ തന്നെ കുടിച്ച് തീർക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കുക. അപ്പോൾ ഇത് ബോറടിക്കുന്നൊരു പരിപാടിയാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ചായ നമുക്ക് ഒരു ടൈമിങ് കാണിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അതായത് 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറായിരിക്കും, 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം കളറായിരിക്കും, ഡാർക്കാണ് 5 മിനിറ്റ്. അപ്പോൾ എന്തിന് ടൈം, അതായത് നമ്മൾ തേയില ഇട്ടതിന് ശേഷം ഇത് അരിക്കുന്നതിന് വരെയുള്ള മീഡിയം ടൈമാണിത്. അപ്പോൾ നമ്മളിത് മീഡിയത്തിൻ്റെ ആണ്, ഇപ്പോൾ 3 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് അരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഈ വീഡിയോയിലെ നിർമ്മാണത്തിൻ്റെ പുറകിൽ എത്ര അധ്വാനം ഉണ്ടെന്ന് നോക്കിയേ. എന്നിട്ട് നിങ്ങളൊരു കരുണയില്ലാതെ സ്കിപ്പ് ചെയ്ത് കളയുന്നതിനോട് എനിക്ക് യാതൊരു കണക്കുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 സെക്കൻഡ് കിട്ടിയാൽ മതി. 3 സെക്കൻഡ് ആരാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കൂടുതൽ കാണും. അപ്പോൾ ഇപ്പം നമ്മളിട്ടിരിക്കുന്ന പെല്ലറ്റാണ്, അതായത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. ഷുഗർ എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര ഉപദ്രവിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന്, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക്, പാത്രത്തിലേക്ക്, ആ കപ്പിലേക്കകത്തേക്ക് വെള്ളം നമ്മൾ ഒഴിക്കണം, ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുകയാണ്. ആ ഫിൽറ്റർ ചെയ്ത് ഒഴിക്കാറുണ്ട്. ആദ്യം ഞാൻ പിടിച്ചപ്പോൾ ചൂടില്ലായിരുന്നു, പിന്നെ ശകലം ചൂട് കൂടുതൽ, 3 ഗ്ലാസ് വെള്ളമില്ല. അതുകൊണ്ട് തന്നെ മറ്റേ ഇറുക്കിയിട്ട് അവനെ പിടിച്ചെടുത്ത്. അവൻ്റെ പേര് ഇച്ചിരി പാടാം, ടോങ്സ് എന്ന്, ചിംറ്റി എന്നൊക്കെ പറയും. അപ്പോൾ നന്നായിട്ടത് എൻ്റെ നല്ല കളർ വരുന്നത്. കളറ് സ്വീറ്റ്നർ ഇട്ട് ഇളക്കി അത്യുഗ്രൻ. അതിന് ഈ ഒഴിക്കുമ്പോൾ താഴെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് ക്യാമറയിൽ നോക്കിക്കൊണ്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ആക്ച്വൽ സ്പോട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ആക്ച്വൽ സ്പോട്ട് നോക്കി കഴിഞ്ഞാൽ ക്യാമറയുടെ സെൻറ്ററിൽ നിന്ന് വിട്ടുപോയി പടയെ. അപ്പോൾ നമ്മൾ ആ പാത്രം കൊണ്ട്, അതായത് കപ്പ് കൊണ്ട് ചായ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. അവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ബൈബിള് വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്ന്, ആദരവ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്ന്, നമുക്ക് ഈ ബൈബിളിൻ്റെ അകത്ത് നമ്മുടെ ഇഷ്ടം പോലെയല്ല നമ്മൾ വചനം എടുക്കുന്നത്. വചനം നമുക്ക് കിട്ടുന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ ഡെയിലി ബ്ലെസ്സിങ്, ഫാദർ മാത്യു വേലാമണ്ണിലച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് ആണ് 5:30 ആ പ്രോഗ്രാമിൽ നിന്നാണ് എനിക്ക് വചനം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വചനം 2 ദിനവൃത്താന്തം 26, 15, 16 2 ദിനവൃത്താന്തം 26, 15, 16. സാരമില്ല, തെറ്റിപ്പോയി. അപ്പോൾ അത് ബൈബിളിൽ ആ ഭാഗം നമ്മൾ എടുത്തു വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ ഞാൻ വായിക്കുകയാണ്. 2 ദിനവൃത്താന്തം അധ്യായം 26, 15, 16. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാംവിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവൻ്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കാൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.